നിങ്ങളുടെ ഓർമ്മകൾ എല്ലാം നുണയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കോടിക്കണക്കിന് വർഷം കൊണ്ട് ഒരു പ്രപഞ്ചം ഉണ്ടായതിനേക്കാൾ കൂടുതൽ സാധ്യത വെറുമൊരു നിമിഷം മുമ്പ് ശൂന്യതയിൽ നിന്ന് നിങ്ങളുടെ തലച്ചോറ് മാത്രം ജനിച്ചു വീണതിനാണ്. എങ്ങനെയുണ്ട് ട്വിസ്റ്റ്? വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. ഭൗതിക ശാസ്ത്രത്തിലെ ഒരു പ്രധാന നിയമമാണ് എൻട്രോപ്പി. പ്രപഞ്ചത്തിലെ ക്രമമില്ലായ്മ അഥവാ റാൻഡംനെസ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും എന്നാണ് ഇത് പറയുന്നത്. ഒരു കപ്പ് കോഫി തറയിൽ വീണാൽ അത് ചിതറിത്തെറിക്കും. പക്ഷേ തറയിൽ ചിതറിക്കിടക്കുന്ന കോഫി തുള്ളികൾ തനിയെ ഒരു കപ്പിലേക്ക് തിരിച്ചു കയറാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാൻ 0 സാധ്യതയല്ല ഉള്ളത്, മറിച്ച് വളരെ ചെറിയൊരു സാധ്യതയുണ്ട്. പ്രപഞ്ചം മുഴുവൻ ക്രമാതീതമായ ഒരു അവസ്ഥയിലാണെങ്കിൽ അതാണ് ഹൈ എൻട്രോപ്പി. വളരെ അപൂർവമായി ചില പദാർത്ഥങ്ങൾ തനിയെ ഒരു ക്രമത്തിൽ വരാം, അതാണ് ഫ്ലക്ച്വേഷൻ. സങ്കല്പിച്ചു നോക്കൂ, കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ജീവനും ഉണ്ടാകാൻ ആവശ്യമായ ലോ എൻട്രോപ്പി അവസ്ഥയേക്കാൾ വളരെ എളുപ്പത്തിൽ സംഭവിക്കാവുന്ന ഒന്നാണ് ഒരൊറ്റ മനുഷ്യ മസ്തിഷ്കം ശൂന്യതയിൽ ഉണ്ടാവുക എന്നത്. അതായത് ബിഗ് ബാങ് നടന്ന് ഇത്ര വലിയ പ്രപഞ്ചം ഉണ്ടായതിനേക്കാൾ സ്റ്റാറ്റിസ്റ്റിക്കലി കൂടുതൽ സാധ്യത നിങ്ങളുടെ തലച്ചോറ് ഇപ്പോൾ ഈ സെക്കൻഡിൽ ഓർമ്മകളോടെ ശൂന്യതയിൽ ജനിച്ചു വീണതിനാണ്. ഈ നിമിഷം പൊട്ടിമുളച്ച ഒരു തലച്ചോറാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സ്കൂൾ കാലഘട്ടവും ഇന്നത്തെ ഭക്ഷണവും ഒക്കെ വെറും പ്രോഗ്രാം ചെയ്യപ്പെട്ട ഓർമ്മകൾ മാത്രമായിരിക്കും. നിങ്ങളൊരു കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന നിങ്ങളുടെ രൂപം പോലും നിങ്ങളുടെ തലച്ചോറ് ഉണ്ടാക്കിയെടുത്ത ഒരു ഇല്യൂഷൻ മാത്രമാവാം. ഇതിനെയാണ് നമ്മൾ ബോൾസ്മാൻ ബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ശാസ്ത്രജ്ഞരെ വട്ടം കറക്കുന്ന ചോദ്യം ഇതാണ്: നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ മനുഷ്യരാണോ, അതോ അപ്രതീക്ഷിതമായി ഉണ്ടായ ഇത്തരം ബോൾസ്മാൻ ബ്രെയിനുകളാണോ? ഈ തിയറി ശരിയാണെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച സയൻസും ലോജിക്കും ഒക്കെ വെറുതെ ആകും. കാരണം നമ്മുടെ നിരീക്ഷണങ്ങൾ എല്ലാം തന്നെ ഈ നിമിഷമുണ്ടായ ഒരു മിഥ്യയാണെങ്കിൽ പിന്നെ എന്തിനെയാണ് നമ്മൾ വിശ്വസിക്കുക? അതുകൊണ്ട് ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും ഈ പാരഡോക്സിനെ തള്ളിക്കളയാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ പ്രപഞ്ചം അത് ലളിതമല്ലെങ്കിലും അതിനു പിന്നിൽ നമ്മൾ അറിയാത്ത മറ്റ് പല നിയമങ്ങളും ഉണ്ടെന്നാണ് ഇത് സൂചനപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഒരു ഓർമ്മയായി മാറുകയാണ്. പക്ഷേ ആ ഓർമ്മ പോലും യഥാർത്ഥമാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ സയൻസിന് കഴിയില്ല. നമ്മൾ ഒരു അനന്തമായ പ്രപഞ്ചത്തിലെ നിസ്സാരമായ ഒരു കളിയിലെ കരുക്കൾ മാത്രമാണോ എന്ന ചിന്ത ശരിക്കും വിസ്മയപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ ഇൻസൈറ്റ്: സത്യമെന്നത് പലപ്പോഴും നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ്. ഒരുപക്ഷെ നിങ്ങൾ മാത്രമായിരിക്കാം ഈ പ്രപഞ്ചത്തെ ഒരേ ഒരു സത്യം, ബാക്കിയെല്ലാം വെറും തോന്നലാകും. നിങ്ങൾ ഒരു ബോൾസ്മാൻ ബ്രെയിൻ ആണെന്നും നിങ്ങളുടെ ഓർമ്മകളെല്ലാം കള്ളമാണെന്നും നാളെ തെളിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന കാര്യം എന്തായിരിക്കും? നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ, അതോ നിങ്ങളുടെ സ്വന്തം അസ്തിത്വമാണോ? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.